ഇന്ന് വളരെയേറെ പേർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ബിസിനസ് ഐഡിയയെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആ ബിസിനസിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ബിസിനസ് ഐഡിയ എന്ന് പറയാൻ പറ്റില്ല, ബിസിനസിനെ സഹായിക്കുന്ന ഐഡിയ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നമുക്ക് പൗച്ച് പാക്ക് ചെയ്യുന്നതിനുള്ള പ്രിന്റിംഗ്. കാരണം നമ്മളുടെ എന്ത് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കിയാലും പാക്ഡ് ആണെങ്കിൽ അതിനൊരു പ്ലാസ്റ്റിക് പ്രിന്റഡ് കവർ വേണം. അങ്ങനെ ഒരു കവർ നമ്മൾ സാധാരണഗതിയിൽ ഒരു തുടക്കക്കാരെന്ന രീതിയിൽ ചെയ്യുന്നത് പറഞ്ഞാൽ പ്ലെയിൻ PP കവർ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അത് വാങ്ങി നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ലേബലും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റിക്കർ പോലെ പ്രിന്റ് ചെയ്തെടുത്ത് അതിൽ ഒട്ടിക്കേണ്ടി വരും. അപ്പോൾ അതിനൊരു സുഖമില്ല, ഇല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പകരം നമ്മളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ നമ്മളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഡിസൈൻ, നമ്മളുടെ പ്രോഡക്റ്റിന്റെ പേരും വെച്ച്, നമ്മളുടെ ബ്രാൻഡ് വെച്ച്, നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ പബ്ലിക് കണ്ടു കഴിയുമ്പോൾ അവർക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ പ്രിന്റ് ചെയ്ത കവർ ആണെങ്കിൽ എത്ര നന്നായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കവർ പ്രിന്റ് ചെയ്തെടുക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. പല ആളുകളും വന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെയാണ്. റിക്വസ്റ്റ് ഒത്തിരി വരുന്നുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഈ പ്രിന്റിങ്, അതൊരു പ്രിന്റിങ് ഒരു വലിയ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒരു ചെറിയ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു, സംഭവം എന്താണെന്ന് മനസ്സിലായി. ഇത്രയും വലിയൊരു പ്രോസസ്സിലൂടെയാണ് നമ്മളുടെ ഈ കവറുകൾ പ്രിന്റ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അത് ഒട്ടിക്കണം. ഒട്ടിച്ച് മാലയായിട്ട് വേണമെങ്കിൽ റോളായിട്ടാണ് നമുക്ക് വരുന്നത്. വേണമെങ്കിൽ കട്ട് ചെയ്ത് അങ്ങനെ തരും. മെയിൻലി റോളായിട്ട് തന്നെയാണ് തരുന്നത്. നമ്മൾ ആണ് അത് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ഇത്രയും വലിയ പ്രോസസ്സ് നടക്കുമ്പോൾ ആ പ്രോസസ്സിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് വിവരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലാകില്ല. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ റോട്ടോഗ്രാവ് പ്രിന്റിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് സിലിണ്ടറിക്കൽ പ്രിന്റിംഗ് ആണ്. സിലിണ്ടർ ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ കണ്ട വീഡിയോക്കകത്ത് പലതരത്തിലുള്ള സിലിണ്ടർ കണ്ടു. ആ പലതരത്തിലുള്ള സിലിണ്ടറുകൾ പല പല കളറിലൂടെ കയറി പോകുന്നത് നിങ്ങൾ കണ്ടു. ഓരോ കളറിൽ കയറുമ്പോഴും ആ കളർ മാത്രമാണ് പ്രിന്റ് ചെയ്തു പോകുന്നത്. അപ്പൊ അത്രയും പ്രാവശ്യം ഈ പ്ലാസ്റ്റിക് HDPE ആണ് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കണം. അപ്പം ഈ സിലിണ്ടർ ആണ് ഇതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഈ സിലിണ്ടർ ഇല്ലെങ്കിൽ ഈ പ്രിന്റിംഗ് നടക്കില്ല. അപ്പൊ സിലിണ്ടറിൽ ഇതിന്റെ നമ്മൾ കൊടുക്കുന്ന ഡിസൈന് പല ഭാഗങ്ങളാക്കി മാറ്റിയിട്ട് അത് വെച്ചുകൊണ്ടാണ് ഈ പ്രിന്റിംഗ് നടക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രിന്റിംഗ് ചെയ്യണമെങ്കിൽ മിനിമം 5 സിലിണ്ടർ എങ്കിലും വേണ്ടി വരും. ഒരു കവർ പ്രിന്റ് ചെയ്യുന്നതിന് മിനിമം 5 കളർ, അതായത് 5 കളർ ആകുമ്പോഴത്തേക്ക്, ഇല്ലെങ്കിൽ 6 കളർ ആകുമ്പോഴാണ് നമ്മൾ ഈ മൾട്ടി കളർ സിസ്റ്റം വരുന്നത്. സാധാരണ പ്രിന്റിംഗ് ഫോട്ടോ എടുക്കുന്ന പോലെ വരുന്നത്. അപ്പം അതിന് മിനിമം 5 സിലിണ്ടർ എങ്കിലും വേണ്ടി വരും. ഈ 5 സിലിണ്ടർ വെച്ചിട്ടാണ് ഇതിനെ പ്രിന്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഇനി ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ തന്നെ ഈ പ്രിന്റിംഗിൽ, റോട്ടോഗ്രാഫ് പ്രിന്റിംഗിൽ തന്നെ പല വെറൈറ്റിയും കാര്യങ്ങളുണ്ട്. 2 ലെയർ പ്രിന്റിംഗ് ഉണ്ട്, 3 ലെയർ പ്രിന്റിംഗ് ഉണ്ട്. 2 ലെയർ പ്രിന്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും വിസിബിൾ ആയിരിക്കും പ്രോഡക്ട്സ്, ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് അകത്ത് കിടക്കുന്ന പ്രോഡക്ട്സ് കാണാം. എങ്കിൽ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം പുറത്ത് കവറിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും വായിക്കുകയും ചെയ്യാം. നമ്മൾ സാധാരണ ഇല്ലെങ്കിൽ എന്താ പറയുന്നത്
മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഉള്ളതിനകത്ത് കുറച്ച് പ്രിന്റിങ്ങും കുറച്ച് കാണാവുന്ന രീതിയിൽ വന്നിട്ടില്ലേ, അതാണ് 2 ലെയർ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് 3 ലെയർ പ്രിന്റിംഗ് ഉണ്ട്. 3 ലെയർ പ്രിന്റിംഗ് വരുമ്പോൾ ഇതിനുള്ളിൽ ഒരു അലുമിനിയം ഫോയിൽ ഷീറ്റ് വരും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പ്രിന്റിംഗ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, അകത്തുള്ള പ്രോഡക്റ്റുകൾ കാണാൻ പറ്റത്തില്ല. അപ്പൊ അത് 3 ലെയർ പ്രിന്റിംഗ് ആണ്. ഈ അറിവുകളൊക്കെ അവർ സംസാരിച്ചതെന്ന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു കാര്യവും അറിവില്ല. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ആദ്യത്തെ ലെയർ, ആ 2 ലെയർ പ്രിന്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് സ്വല്പം പ്രോബ്ലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലേവർ ലോക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതായത് അത്ര ഒരു ഗ്യാരണ്ടി അതിന് തരാൻ പറ്റത്തില്ല, എക്സ്പയറി ഡേറ്റ് കൂട്ടാൻ പറ്റത്തില്ല, നമ്മുടെ പ്രോഡക്റ്റ് പെട്ടെന്ന് ചീത്തയായി പോകുമോ, എയർ കയറുമോ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ മറിച്ച് 3 ലെയർ പ്രിന്റിംഗില് പ്രിന്റർ പറയുന്നത് അതിന് ഒരു അലുമിനിയം ഫോയിലിന്റെ ഒരു ലെയറും കൂടെ വരുന്നുണ്ട്, 3 ലെയർ വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഫ്ലേവർ ലോക്ഡ് ആയിരിക്കും. അതിനകത്ത് എയർ കിടക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഗുണം പോകാതെയും നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ എക്സ്പയറി ഡേറ്റ് മുമ്പോട്ട് കൂട്ടിക്കിട്ടുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് താല്പര്യമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പ്രിന്റിങ്ങിനെല്ലാം കിലോ കണക്കിനാണ് റേറ്റ് ഇടുന്നത്. പ്ലസ് GST അതിനകത്ത് വരും, പ്ലസ് ദൂരെയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷനും വരും. അപ്പൊ അതിനു മുമ്പ് ഇതെങ്ങനെയാണ് ഒരു കിലോ നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി വരും എന്നുള്ള രീതിയിലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് 100 ഗ്രാമിന്റെ ഒരു പാക്കറ്റ്, അതാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. 100 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് 2 ലെയർ ആയിട്ട് പ്രിന്റ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം 380 കവറുകൾ നമുക്ക് ലഭിക്കും. അത് തന്നെ 3 ലെയർ പാക്കിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു 320-330 പോകും. ക്വാണ്ടിറ്റിയാണ്, എണ്ണമാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇതിന്റെ ഒരു റേഞ്ച് വരുന്നത്. 380, 310, 320, 330, മാക്സിമം ടു മാക്സിമം 330, ഈ ഒരു റേഞ്ചിലാണ് ഈ കിലോ കണക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കവറിന് എത്ര രൂപയാകുമെന്ന് സ്വയം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിന് ഈ ഒരു പ്രിന്റിങ്ങിന് വേണ്ടി വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിച്ച പ്രിന്റേഴ്സ് എല്ലാം ആവശ്യപ്പെടുന്ന 2 ആഴ്ചത്തെ സമയമാണ് ആവശ്യപ്പെടുന്നത്. 2 ആഴ്ചക്കുള്ളിൽ അവർ ഫൈനൽ പ്രോഡക്റ്റ്, ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ 2 ആഴ്ചത്തെ സമയം മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമേ ഇങ്ങനെയൊരു പ്രിന്റിങ്ങിന് നമ്മൾ മുതിരാവുള്ളൂ. കാരണം നാളെത്താ മറ്റന്നാത്താ എന്ന് പറഞ്ഞത് കിട്ടത്തില്ല. അപ്പൊ ഇനി ഇതിന് വേണ്ടി വരുന്ന ചെലവുകൾ എങ്ങനെയാണ്, നമ്മളുടെ കയ്യിൽ നിന്ന് എത്ര പൈസ ഇതിന് മുടക്കേണ്ടി വരും എന്നുള്ളതും കൂടെ കണക്കാക്കാം. അപ്പം അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ 100 ഗ്രാമിന്റെ എത്ര പാക്കറ്റ്, ഇല്ലെങ്കിൽ 200 ഗ്രാമിന്റെ എത്ര പാക്കറ്റ്, 500 ഗ്രാമിന്റെ എത്ര പാക്കറ്റ്, 1 കിലോയുടെ എത്ര പാക്കറ്റ്, ഒരു കണക്ക് നമുക്ക് ഉണ്ടാക്കി വെക്കണം. കാരണം നമ്മൾ പറ്റുമെങ്കിൽ ഒരു വർഷത്തേക്കുള്ള പ്രിന്റിംഗ് ഇല്ലെങ്കിൽ ഒരു 6 മാസത്തേക്കുള്ള പ്രിന്റിംഗ് എങ്കിലും ഒറ്റ ടൈമിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമയലാഭവും ഉണ്ട്, സാധനങ്ങളുടെ അവൈലബിലിറ്റിയും നമ്മളുടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് വരുന്നത്, പ്രത്യേകിച്ച് വരുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു സിലിണ്ടറിക്കൽ പ്രിന്റിംഗ് ആണ്. ആദ്യം വരുന്നത് നമ്മുടെ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറുകൾ ഉണ്ടാക്കാനുള്ള എക്സ്പെൻസസ് ആണ്. അത് പ്രിന്റർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു സിലിണ്ടറിന് എത്ര കോസ്റ്റ് വരുമെന്നാണ് ആദ്യം നമ്മൾ കണക്കാക്കേണ്ടത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു 5 സിലിണ്ടർ മിനിമം വേണ്ടി വരും എന്ന് പറഞ്ഞു. ഈ 5 സിലിണ്ടറും നമുക്ക് ഒരു പ്രിന്റിംഗിൽ, അതായത് ഒരു കവർ പ്രിന്റ് ചെയ്തെടുക്കുമ്പോൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ 5 സിലിണ്ടർ ഉണ്ടാക്കുമ്പോൾ ഒരു സിലിണ്ടറിന് 4000 രൂപ പ്ലസ് GST ആണ് കോസ്റ്റ് വരുന്നത്. 5 സിലിണ്ടർ പ്രിന്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 20,000 രൂപ പ്ലസ് 18% GST നമ്മളുടെ കയ്യിൽ നിന്ന് ഇറങ്ങും. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പ്രിന്ററുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് പ്രിന്റ് ചെയ്യിക്കുകയാണ്. ആ ഒരു സിലിണ്ടർ ഉണ്ടാക്കാണ്, നമുക്ക് വേണ്ടിയാണ് സിലിണ്ടർ ഉണ്ടാക്കുന്നത്. നമ്മളുടെ പൈസ അവർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ സിലിണ്ടറിന്റെ അവകാശി എപ്പോഴും നമ്മൾ തന്നെയായിരിക്കും. അങ്ങനെ ഒരു എഗ്രിമെന്റ് അവരുമായിട്ട് ഉണ്ടാക്കിയിരിക്കണം. അങ്ങനെ തന്നെയാണ്. അപ്പൊ അവരുമായിട്ട് സംസാരിച്ചു, വെർബലിയോ ഇല്ല പേപ്പറിലോ നമ്മൾ എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കണം. നാളെ നമുക്ക് ആ പ്രിന്ററുമായിട്ട് ഒത്തുപോകാൻ പറ്റാതെ വരികയോ, ഇല്ലെങ്കിൽ അവരെ യൂസ് ചെയ്യാൻ പറ്റാതെ വരികയോ, ഇല്ലെങ്കിൽ നമുക്ക് അവരെക്കാൾ അടുത്ത്, നമ്മുടെ തൊട്ടടുത്ത് ഒരു യൂണിറ്റ് തുടങ്ങി അതുകൊണ്ട് ഇവിടെ പ്രിന്റ് ചെയ്യിച്ചാൽ മതി എന്ന് തീരുമാനിക്കുകയോ ചെയ്താൽ ആ സിലിണ്ടറുകൾ നമുക്ക് ഗുണകരമാകണമെങ്കിൽ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. അവർ ആ സിലിണ്ടർ ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് തിരിച്ചു തരണം. ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല, നമ്മൾ പൈസ കൊടുത്തതാണ്. അപ്പൊ നമ്മളുടെ ഉൽപ്പന്നമാണ്, നമുക്കത് തിരിച്ചു തരണം. ആ കാര്യം അവരുമായിട്ട് ക്ലിയർ ചെയ്തിരിക്കണം. അപ്പോൾ 20,000 രൂപ പ്ലസ് 18% ടാക്സ് സിലിണ്ടർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നമുക്ക് കോസ്റ്റ് ആകും.
ഉണ്ടാകും. ഇനി ഇതിന്റെ ക്വാണ്ടിറ്റി, കാരണം എല്ലാ പ്രിന്ററും നമ്മളങ്ങോട്ട് 2 കിലോ പ്രിന്റ് ചെയ്തതാ 4 കിലോ പ്രിന്റ് ചെയ്തതാ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യത്തില്ല. കാരണം അവരൊരു വർക്ക് ഏറ്റെടുക്കുമ്പോൾ മിനിമം ഗ്യാരണ്ടി ഉള്ള വർക്കുകൾ മാത്രമേ അവർ ഏറ്റെടുക്കത്തുള്ളൂ. അപ്പം ഏതാണ്ടൊക്കെ എല്ലാ പ്രിന്റേഴ്സും ഒരു മിനിമം ഗ്യാരണ്ടി വെച്ചിരിക്കുന്നത് 150 കിലോ എന്നാണ്. അതിനകത്ത് ചില പ്രിന്റർമാർ പറയുന്നത് അവര് അതിനകത്ത് സ്വല്പം എന്താ പറയുക കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് 100 ഗ്രാമിന്റെ 50 കിലോ, 200 ഗ്രാമിന്റെ 50 കിലോ, 1 കിലോയുടെ 50 കിലോ അങ്ങനെ വേണമെങ്കിൽ പ്രിന്റ് ചെയ്തെടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രൊവിഷനും ഇവർ തരുന്നുണ്ട്. അപ്പൊ 150 കിലോ മിനിമം ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുക്കേണ്ടത്. അത് നമ്മുടെ മനസ്സിൽ നമ്മൾ കരുതിയിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കേണ്ടത്? നമുക്ക് ആദ്യമായിട്ട് നമ്മളുടെ മനസ്സിൽ ഒരു ഡിസൈൻ ഉണ്ടായിരിക്കും. ആ ഡിസൈൻ നമ്മൾ ഒരു ഡിസൈനറെ കൊണ്ട് കമ്പ്യൂട്ടറിൽ ആക്കിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. നമ്മളാണ് അത് ചെയ്യേണ്ടത്. അതിനുശേഷം അത് ഫുൾഫിൽ ആയി, അത് ഫൈനലൈസ് ആയി നമ്മൾക്ക് 100% ഉറപ്പായി കഴിയുമ്പോഴാണ് നമ്മൾ ഇത് പ്രിന്റിങ്ങിന് വേണ്ടി വിടുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്തു കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യുന്നതല്ല. ഫോട്ടോഷോപ്പ് സ്റ്റുഡിയോയിലോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസൈനറുടെ അടുത്തോ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എളുപ്പമുള്ള പരിപാടി ഫോട്ടോഷോപ്പാണ്. അവർ അതുകൊണ്ട് തന്നെ ഫോട്ടോഷോപ്പ് ചെയ്ത് നമ്മളുടെ കൈ തരും, നമുക്കത് പണിയാകും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറൽ ഡ്രോ എന്നൊരു പ്രോഗ്രാം ഉണ്ട്. കോറൽ ഡ്രോയിൽ മാത്രം നമ്മൾ ഡിസൈൻ ചെയ്തെങ്കിൽ മാത്രമേ, അതിനകത്ത് കർവ് അനുസരിച്ചാണ് ഡിസൈൻ ചെയ്യുന്നത്, ആ കർവ് വെച്ചുള്ള ഡിസൈൻ ചെയ്തെങ്കിൽ മാത്രമേ റോട്ടോഗ്രാവ് മെഷീൻ അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ കൃത്യമായ പ്രിന്റിങ് നമുക്ക് കിട്ടുകയുള്ളൂ. മറ്റേ ഫോട്ടോഷോപ്പിലുള്ള പ്രിന്റ് ഡിസൈൻ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഇനി അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ പ്രിന്റിംഗ് ലൈനിലുള്ള മെയിൻ കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു വ്യക്തമായ കാര്യം എനിക്ക് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ സമാധാനിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ എന്റെ കമന്റിൽ വന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എന്റെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.